പുറത്തിറങ്ങിയ ഭക്ഷണം കഴിക്കാന്നുള്ളൊരു അസുഖമുള്ള വ്യക്തിയാണേ. ഒരുപാട് സ്ഥലത്ത് ചികിത്സിച്ചു. അത് മാറ്റാൻ പറ്റില്ലെന്ന് ഡോക്ടർമാർ പറയണേ. ഇനിയിപ്പോ നമ്മളായിട്ട് മാറ്റാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ ഒരു കടയിൽ കയറി നല്ല മന്തി കഴിക്കാന്ന് വിചാരിച്ചുട്ടാ. പ്ലേറ്റ് വന്നു, നല്ല കട്ടിയുള്ള മയോണൈസും നല്ല ഒരു തക്കാളി ചട്നിയും വന്നു, ഒരു ഗ്ലാസ് വെള്ളവും. ഞങ്ങൾ പറഞ്ഞ നല്ല അടിപൊളി ഹണി അൽഫാം മന്തി എത്തിയിട്ടാ. ഭക്ഷണം എത്തിയ പിന്നെ കഴിക്കാനുള്ള ഒരു ത്വരയായിരിക്കും, ത്വര. അതിന്ന് നേരെ എന്റെ പ്ലേറ്റിലേക്ക് മന്തി ഇതുപോലെ ഇട്ടുട്ടാ. അത്യാവശ്യം വലിയൊരു ചെസ് പീസ് ഉള്ളതാ ഈ അൽഫാം എടുത്ത് വെച്ചുട്ടാ. നല്ല കട്ടിയുള്ള മയോണൈസ് പറഞ്ഞില്ലേ, ഇതാണ് ട്ടാ കൺസിസ്റ്റൻസി. അതൊന്നൊരു ചെറിയ പീസ് അൽഫാം, അതിന്റെ മേലെ മയോണൈസ് വെച്ച് ആ മന്തി റൈസ് മേലെ കിട്ടതാ ഇതുപോലെ ഒരു പിടി പിടിക്കാൻ വിചാരിച്ചുട്ടാ. വീട്ടിലിപ്പോ ഫുഡ് കഴിക്കാറില്ല കേട്ടാ, ഫുള്ള് പുറത്തുനിന്നാണ്. ഇനിയിപ്പോ വീട്ടിൽ നിന്ന് മൊത്തത്തിൽ പുറത്താക്കുന്നുള്ളതിലാണ് കേട്ടോ ഡൗട്ട്. മന്തി ഈസ് ഓൾവേസ് മന്തി, ടേസ്റ്റ് ഇസ് ടു ഗുഡ്. അങ്ങനെ ആദ്യത്തെ അധ്യായം കഴിഞ്ഞുട്ടാ. ഇനി രണ്ടാം അധ്യായം, ഒന്നാം ഘട്ടം റൈസ് വന്നുട്ടാ. ഇതുകൊണ്ടൊന്നും തീർന്നില്ല രാമ, കഴിച്ചാലൊന്നും വയറ് നിറയത്തായിട്ടാ രണ്ടാം ഘട്ടം റൈസും വന്നുട്ടാ. വായ പറയണ്ട് ചവയ്ക്കാൻ വയ്യ മതി എന്ന്, പക്ഷെ വയറും മനസ്സും അത് പറയണില്ല കേട്ടാ. പിന്നെ മന്തി കഴിച്ചു കഴിഞ്ഞാൽ എണീറ്റ് നടക്കാനുള്ള ആരോഗ്യം മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ. അത്രയ്ക്ക് വയറ് നിറയും. സോറി, അതൊരു തെറ്റായ പ്രയോഗമാണ്. വയറ് നിറയ്ക്കും. മന്തി മൊത്തത്തിൽ അൺലിമിറ്റഡ് ആയതുകൊണ്ട് മാക്സിമം ആളുകൾ പറ്റുന്ന അത്രയും കേട്ടിട്ടാ. അത് നല്ല ടേസ്റ്റ് ഉള്ള മന്തിയാണ്, പിന്നെ പറയും വേണ്ട. ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ളം കയ്യിലാവരുതെന്ന് അമ്മ പറയാറുണ്ട് കേട്ടാ. ശരിക്കും എന്റെ കയ്യിലായിട്ടില്ല. ഐ എം പെർഫെക്റ്റ്ലി സൂപ്പർ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ടാണ്. അതായിരിക്കും ടാറ്റാ ബൈ ബൈ.